അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഉണ്ടാവട്ടെ. മാറാവ്യാധി രോഗത്തെ തൊട്ടും അപകട മരണങ്ങളെ തൊട്ടും അള്ളാഹു നമ്മളെല്ലാവരെയും കാത്ത് രക്ഷിക്കട്ടെ. നമുക്കിന്ന് കുറച്ച് പുതിയ നെണ്ടിട്ടിട്ടുണ്ട്, അതൊന്ന് നമുക്ക് ഉണ്ടാക്കട്ടെ. നെണ്ട് ഫ്രൈ ഉണ്ടാക്കാനാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണമെന്നിട്ട് ഇത് കഴുകിയാണ്ട് ഒരു ചട്ടിയിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതെന്താ വെച്ചാൽ നമുക്ക് ഇതിങ്ങനെ ഒന്ന് വേവിച്ചിങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുള്ള പഞ്ഞീനൊക്കെ നമുക്ക് കിട്ടും കേട്ടോ. അല്ലെങ്കിൽ ഒക്കെ കലങ്ങി പോകും. അതുകൊണ്ടാട്ടോ. അപ്പോൾ ഇങ്ങനെ വെള്ളം ഒഴിച്ചിട്ടില്ല. അതിങ്ങനെ കഴുകി വെച്ചപ്പോൾ തന്നെ അതിൻ്റെ ഉള്ളിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇങ്ങനെ തിളച്ച് പൊന്തി വരുന്നുണ്ട് കേട്ടോ. അത് തീ ഓഫാക്കി അതിൽ വെള്ളമൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഞാൻ അതിലേക്ക് ഒരു 2-3 സവാള ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് വേപ്പിൻ്റെ ഇല, ഇഞ്ചി, വെളുത്തുള്ളി ഇങ്ങനെ ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് ആവശ്യത്തിലുള്ള മുളക്, മല്ലി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇതൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ അതങ്ങനെ ഒന്ന് ചൂടാക്കി എടുത്താൽ കേട്ടോ. അപ്പോൾ എല്ലാം തൊലിച്ച് വൃത്തിയാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വല്ലാതൊന്നും പഞ്ഞീന് ഉണ്ടായിട്ടില്ല, എന്നാലും ഉള്ളത് ഞാൻ എടുത്ത്. പച്ചയിൽ തൊലിക്കുമ്പോൾ നമുക്കത് കിട്ടൂല കേട്ടോ, അതുകൊണ്ടാണ്. അപ്പോൾ ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൽ കുറച്ച് നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ ഇങ്ങോട്ട് ചൂടായി വരുന്ന നേരത്ത് നമുക്ക് കുറച്ച് കടുക് ഇട്ടുകൊണ്ട് പൊട്ടിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. പോരായ്മകളും തെറ്റുകളൊക്കെ ഉണ്ടാവും, എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ നമ്മൾ ഓയിൽ ഇങ്ങനെ ചൂടായി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതിലേക്ക് 1 സ്പൂണ് കടുക് ഇട്ട് കൊടുക്കട്ടെ കേട്ടോ. കുട്ടികൾക്ക് നല്ല ഇഷ്ടമല്ലേ നെണ്ടൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയാൽ. പിന്നെന്താ, നെണ്ടുണ്ടാക്കിയാൽ ചോർക്കൊന്നും പറ്റില്ല, ചോറ് തിന്നാൻ കഴിയൂല. അതിങ്ങനെ കടിച്ച് ചെയ്യുമ്പോൾ തന്നെ ഉണ്ടാവുള്ളൂ നേരം. അപ്പോൾ ഞാൻ അതിലേക്ക് 2 തണ്ട് വേപ്പിൻ്റെ അരിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഈ കട്ട് ചെയ്ത സവാള അതിലേക്ക് ഇട്ട് കൊടുക്കട്ടോ. നല്ലൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നെണ്ടിൽ അധികം എരിവ് ചേരൂല കേട്ടോ. കുറച്ച് എരിവ് ഇട്ടാൽ മതി. അധികം എരിവ് ഇട്ട് കഴിഞ്ഞാൽ വേഗം എരിവ് കൂടുതൽ. അപ്പോൾ ഇതിൻ്റെ കൂടെ കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക. പിന്നെ നല്ല ടേസ്റ്റാണ് കുരുമുളകിൻ്റെ പൊടി കുറച്ച് ഇട്ട് കൊടുത്താൽ. അപ്പോൾ അതാണ് ഞാൻ തോനെ ഇട്ട് കൊടുക്കട്ടോ. കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഉള്ളിയൊന്ന് നല്ലൊന്ന് വാടി വരട്ടെ. നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കട്ടോ. അല്ലെ ഉപ്പും വല്ലാതെ നമ്മൾ മറ്റ് മീനിലൊക്കെ ഇടുന്ന മാതിരി ഉപ്പും ഇതിലധികം ഇടരുത്തിട്ടാ. ഇത് ഒരു ഉപ്പ് രുചിയുള്ള ഇതാണ് നെണ്ട് നല്ലത്. അപ്പോൾ ഉപ്പ് ഏറിപ്പോവും. അപ്പോൾ അതിന് നമ്മൾ കണക്കാക്കിയിട്ട് നോക്കിയിട്ട് വേണം കേട്ടോ ഉപ്പിടാൻ. ഞാൻ ഉള്ളി വാടാനുള്ള കുറച്ച് അത്യാവശ്യം കുറച്ച് ഉപ്പിട്ടിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് തക്കാളി ഇത് കട്ട് ചെയ്തിട്ടുണ്ട്, അത് കാണിക്കാൻ വിട്ടുപോയി. നല്ലൊന്ന് മിക്സ് ചെയ്യട്ടെ കേട്ടോ. ഇതെല്ലാതും കൂടെ നല്ലൊന്ന് മിക്സ് ചെയ്ത് നല്ലൊന്ന് വേവട്ടെ കേട്ടോ. നമുക്ക് ഇതിലേക്ക് കുറച്ച് ഇഞ്ചും വെളുത്തുള്ളിയും കൂടെ അരച്ച് വെച്ചാണ് അതിൽ നിന്ന് ഒരു ചെറിയ പീസ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തുകൊണ്ട് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കട്ടെ. ഞാൻ ഇങ്ങനെയാണ് വെക്കൽ. അപ്പോൾ പിന്നെ നമുക്ക് പ്രശ്നമൊന്നുമില്ല. ഫീസറിൽ ഇങ്ങനെ അരച്ച് ഇങ്ങോട്ട് വെച്ച് കൊടുത്താൽ നമുക്ക് ആവശ്യമുള്ള കത്തി കൊണ്ട് കട്ട് ചെയ്തുകൊണ്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതിട്ടോ. ഫീസറിൽ വെക്കണോണ്ട് എത്ര കാലം വേണമെങ്കിലും ഇത് ഇരിക്കും കേട്ടോ. അങ്ങനെ ഒന്നും കേടുവരില്ല. ഞാൻ 1-2 മാസങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ വെളുത്തുള്ളി ഇഞ്ചും കൂടെ ഇങ്ങനെ അരച്ചത് ഫീസറിൽ വെക്കലുണ്ട് കേട്ടോ. താഴത്തല്ല, ഫീസറിലാണ് വെക്കൽ കേട്ടോ. ഇതെല്ലാതും കൂടെ നല്ലൊന്ന് ഇളക്കി ഒന്ന് പച്ചമണമൊക്കെ മാറ്റട്ടോ. അതിൻ്റെ ശേഷം നമുക്ക് ഇതിലേക്കുള്ള മസാലകളൊക്കെ കുറച്ച് ഇട്ട് കൊടുക്കണം കേട്ടോ. നമ്മൾ നെണ്ടിന് അധികം വേവില്ല കേട്ടോ, കാരണം നമ്മളൊന്ന് വേവിച്ചെടുത്തതല്ലേ. നമുക്ക് ഇതിലേക്ക് മല്ലിപ്പൊടി കുറച്ചിട്ട് കൊടുക്കട്ടോ. ഞാൻ 2 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് മല്ലിപ്പൊടിയാണ് അത്യാവശ്യം വേണ്ടിയത്. പിന്നെ 1/2 സ്പൂണോളം ഞാൻ മുളക് പൊടി ഇട്ട് കൊടുക്കണുള്ളൂ, കാരണം മുളക് പൊടി ഏറിയാൽ വേഗം എരിവ്. കുറച്ച് ഇതിനാവശ്യത്തിലുള്ള മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഇതെല്ലാതും കൂടെ നല്ലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. അപ്പം തന്നെ നമുക്ക് ഇതൊക്കെ പച്ചമുളക് മാറിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ വേവിച്ച നെണ്ടുണ്ടല്ലോ, ചൂടാക്കി വെച്ച നെണ്ടാണ്ട് ഇട്ട് കൊടുത്താൽ നല്ലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്, പുതിയതാണ്. പിന്നെ ഐസൊന്നും ഇടാത്ത നെണ്ടായതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ.
നമ്മൾ എന്നൊന്നും കൂട്ടാൻ പറ്റില്ല എന്ന് പറഞ്ഞ് മക്രുഹ എന്നൊക്കെ പറഞ്ഞേക്കണ്, നമുക്കറിയില്ല. അപ്പോൾ ഞാൻ ഈ നെണ്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടാ. ഇനി ഈ മസാലയിൽ ഇതെല്ലാതും കൂടെ നല്ലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ. ഒന്നിങ്ങനെ നമ്മൾ ആദ്യം ഒന്ന് വേവിച്ചെടുത്തുകൊണ്ട് നെണ്ടിക്കിന് വേവൊന്നുമില്ല കേട്ടോ. ഇത് ഈ മസാലകൾ ഇതിൽ പിടിക്കേണ്ട ഒരു താമസം മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി, നല്ല ടേസ്റ്റാണ്. ഞാൻ ഇതിലേക്ക് കുറച്ച് കുരുമുളക് കൂടെ ഇത് മിക്സ് ചെയ്തതിൻ്റെ ശേഷം ഇട്ട് കൊടുക്കും കേട്ടോ. അപ്പോൾ എല്ലാ ഭാഗത്തും ഞാൻ മസാലകളൊക്കെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കട്ടെ കേട്ടോ. എരിവിനോട് ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ കുറച്ചും കൂടെ കുരുമുളക് ഇട്ട് കൊടുക്കുക. ഞാൻ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുള്ളൂ, കാരണം കുട്ടികൾക്കൊന്നും തിന്നാൻ കഴിയുമല്ലോ, അതിൻ്റെ പേരിലാണ് ഞാൻ അങ്ങനെ ചെയ്തത് കേട്ടോ. ഇനി ഇതെല്ലാതും കൂടെ ഒന്ന് നല്ലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ. ചിലവർ കറി ആക്കിയിട്ട് ഉണ്ടാക്കും. നമ്മൾ കറി ആക്കണമെങ്കിൽ നമ്മൾ സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഇങ്ങനെ റോസ്റ്റ് പോലെ ആക്കിയാണ്ട് നമുക്ക് കഴിക്കാച്ചിട്ടാട്ടോ അങ്ങനെ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മളെ നെണ്ട് ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കി, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ പോരായ്മകളൊക്കെ ഉണ്ടാവും കേട്ടോ. എന്നാൽ എല്ലാവരോടും അസ്സലാമു അലൈക്കും.